പാവപ്പെട്ടവന്റെ സംഗീതത്തിന് മാത്രമല്ല സ്വപ്നത്തിനും പിച്ചച്ചട്ടിയിലെ ചില്ലിക്കാശിന്റെ വിലയുള്ളൂ. അറിഞ്ഞു കാണൂലല്ലേ എന്തിനാ ഇങ്ങനെ ഒരാളെ കെട്ടിയെഴുന്നള്ളിച്ചോണ്ട് ഈ പാവങ്ങളെ വെട്ടികളാക്കിയത്? എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ആളിന്റെ തെറ്റല്ല, തെറ്റ് ചെയ്തത് എന്റെ അമ്മയാണ്. അമ്മയാണ് നിങ്ങളൊക്കെ ചതിച്ചത്. എല്ലാ വഴികളും അടഞ്ഞപ്പോ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കായിരുന്ന അമ്മ നിങ്ങളെ ഓർത്തില്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓർത്തില്ല. കോടതിയിൽ കെട്ടിവെക്കാൻ പണത്തിന് വേണ്ടി അമ്മ എല്ലാവരെയും ചതിച്ചു. ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നും. അമ്മയ്ക്ക് വേണ്ടി എല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. സച്ചുമോനെ, എനിക്ക് കുറച്ച് കാശ് താടാ. ഇന്ന് കുടിച്ച ഭാസ്കരേട്ടൻ ചാവൂലടാ. എന്താ മോളെ ഇത്? സാരില്ല, ഇവിടെ വന്ന് എല്ലാം ഏറ്റു പറയാനുള്ള മനസ്സുണ്ടായില്ല, അത് തന്നെ ധാരാള. കരയണ്ട. ഇനി കരഞ്ഞ ഇവരോരോരുത്തരായിട്ട് കരയാൻ തുടങ്ങും. പണ്ട് കൂടെ നടന്ന് പല പല ദുശീലങ്ങൾക്കൊപ്പം അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശീലയതും. ആരുടെങ്കിലും സങ്കടങ്ങൾ കണ്ടാല് മൂപ്പരും കൂടെ ഇരുന്ന് കരയേ. സാരമില്ല, എത്ര സ്വപ്നം കാണണ്ടെന്ന് കരുതിയാലും മനസ്സ് വെറുതെ കോട്ട കിട്ടും. അവസാനം അതൊക്കെ നിലംപൊത്തും. ഞങ്ങൾക്കതൊക്കെ ശീലമായി. പിന്നെ ഈ നിർഗുണ ജന്മങ്ങളെ കൊണ്ട് ആരെങ്കിലൊക്കെ രക്ഷപ്പെടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷ. ഇന്ന് എന്റെ ദിവസമാണ്. വേഗം ഡിന്നർ റെഡിയാക്കൂ. ഇഷാക്കിന് എന്തിഷ്ടമാണോ അത് പ്രിപ്പയർ ചെയ്യൂ. ഇവൻ ഈ ഇഷാക്ക് ദൈവദൂതനാണ്. ദൈവം തമ്പുരാൻ ഇപ്പോൾ ഇവന്റെ മുഖച്ചായ ഇല്ലേ മാർഗരീത്ത? ഇപ്പോഴാണോ വരുന്നത്? ഇഷാക്ക് വരുമ്പോൾ റിസീവ് ചെയ്യാൻ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ഹോട്ടലിലേക്ക് വിളിച്ചു പറഞ്ഞതല്ലേ ഞാൻ? ഹായ് ജെന്നി. രാവിലെ ലാൻഡ് ചെയ്തു. നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സ്മാർട്ടായിട്ടുണ്ട് നേരിൽ. എല്ലാരും ജെന്നിയെ കാത്തിരിക്കുക അവിടെ. പപ്പ, മമ്മ, എന്റെ ഫ്രണ്ട്സ്, എവരിബഡി. ഇനിയല്ല, അടുക്കി പറക്കുക, പുറപ്പെടുക. വിസയും ടിക്കറ്റും ഒക്കെ ശരിയാക്കി വന്നിരിക്കുകയല്ലേ മിടുക്കൻ. ഇനി ആ നക്കാപ്പിച്ച ഹോട്ടലിലെ ജോലി ആവശ്യമില്ല നമുക്ക്. നാളെ മുതൽ വരണില്ലാന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഇഷാക്കിനെ കണ്ടോ? പണ്ട് ഇതുപോലെ വന്നതാ വില്യം. പക്ഷേ മുറിന്ന് പുറത്തിറങ്ങാതെ വാതിലടച്ച് ഇതിനകത്ത് തന്നെ ഇരുന്നു സാറാൻറ്റി. എന്റെ മോൾക്ക് അതിന് പോലും കഴിയാതെയായി അല്ലേ? ഇങ്ങോട്ട് പോന്നു. അപ്പോഴേക്ക് ചെന്നവനൊരു കമ്പനി കൊടുക്ക്. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ യു. ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞ് പെണ്ണിന് അതും ഇതും തോന്നിയാൽ എന്റെ സ്വഭാവം ശരിക്കറിയാലോ നിനക്ക്. പണ്ട് മുതലുള്ള മോഹ. യെസ്, നൗ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയൽ. At last, you're coming to my way, to my life. വ്യാമോഹങ്ങളൊക്കെ വലിച്ചെറിയാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റാ കടല്. ഇന്നാൾ ഈ കടപ്പുറത്ത് നിന്നൊരു ഭ്രാന്തം പറയണ കേട്ടുന്ന് ഇയാളാ പറഞ്ഞത്. ആ ഭ്രാന്തന് ഭ്രാന്തല്ലേ? എന്നാ പോവാ? ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം.
ഇനിയൊക്കെ ഇഷാക്ക് കൽപ്പിക്കും, ജെനിഫർ സംഘം അനുസരിക്കും. തൂക്കി കൊല്ലാൻ വിധിച്ച പ്രതിക്ക് തൂക്കിലേറ്റുന്ന ദിവസം കൃത്യമായിട്ടറിയാൻ പറ്റൂലേ? ഇത്രാം തീയതി കൃത്യം ഇത്ര മണിക്ക്. പിന്നൊരു പ്രതീക്ഷയുണ്ട്, ദയാഹർജി. ഇവിടെ ദയാഹർജിക്കുള്ള സ്കോപ്പും ഇല്ല അല്ലേ? ഒരു ഹർജി ഞാൻ തന്നാ സ്വീകരിക്കോ? സ്വീകരിക്കണം. ആ കുട്ടിക്ക് ഇനി ബോംബിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. ഇയാൾ സമ്മതം മൂളിയ പൂജയെ സമ്മതിക്കും. ആര്യാദേവിയും എതിരൊന്നും പറയില്ല. കഴിഞ്ഞതൊക്കെ മറന്ന ആ കുട്ടീനെ. ഓ തുടങ്ങി. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. സച്ചി പറ, ഞാൻ കേക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. സാറാൻറ്റിയുടെ ആഗ്രഹ പോണേന് മുമ്പ് സച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ഗ്രാൻഡ് പ ഇല്ലാത്ത നേരത്ത് സച്ചി ഒന്ന് വരുമോ? സാറാൻറ്റി, സച്ചി വാ. സച്ചി വന്നല്ലോ, സന്തോഷായി. വല്ലാത്ത മുൻചുണ്ടിക്കാരനാണല്ലേ, അച്ഛനെ പോലെ. എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് ഇവിടെ വന്ന് പറയും. തല്ലുകൂടി കളിയാക്കി പരിഭവം കാട്ടി നടക്കുമ്പോഴും അറിയാതെ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന മോഹം സാറാൻറ്റി കാരണം വേണ്ടെന്ന് വെച്ചു രണ്ടുപേരും, ഇല്ലേ? ഒരിക്കൽ സാറാൻറ്റി കാരണം ഈ വീട്ടിലെല്ലാവരുടെയും സന്തോഷം നഷ്ടപ്പെട്ടു. കഥ ആവർത്തിക്കുന്ന പോലെ ഇപ്പോ എന്റെ ജെന്നിയുടെ ഊഴമാണ്. അവള് പൊയ്ക്കോട്ടെ, ഇല്ലേ സച്ചി? സാറയ്ക്ക് കഴിയാതെ പോയത് എന്റെ മോള് സ്വയം ഏറ്റെടുത്തതാണ്. എല്ലാവരുടെയും ആഗ്രഹം സാധിക്കാൻ ഇവള് പൊയ്ക്കോട്ടെ സച്ചി. ഒന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്ന് തോന്നാ എനിക്കിപ്പോ. സച്ചി, എന്നെ ഒന്ന് കൊണ്ടുപോവോ പുറത്തേക്ക്? ഒരു നിലയ്ക്ക് ഇതെങ്ങനെയായി നന്നായി. അവൾക്കും മറ്റുള്ളവർക്കും ഭാരമായി വെറുതെ ഒരു ജീവിതം. അന്ന് ഇഷാക്ക് പറഞ്ഞപ്പോ മുതൽ എനിക്ക് ടെൻഷനായിരുന്നു. നിങ്ങളെ അറിയിച്ചില്ല എന്നേ ഉള്ളൂ. സത്യത്തില് സാറയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അവന്റെ പപ്പായ്ക്കും അമ്മായ്ക്കും ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ലത്രേ. നിവാത്തിനും ബർഷേവിയിലും നേരത്തെ ചെന്നിട്ടുള്ള നമ്മുടെ ആൾക്കാരില്ലേ, അവർക്കും എതിർപ്പായിരുന്നു പോലും. പണ്ടത്തെ ചീത്തപ്പേര് തന്നെ. എന്തിനെ സാറയ്ക്ക് വിസയും കൊണ്ടുവന്നില്ല അവൻ. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ വല്ല ഓർഫനേജിലോ ഓൾഡ് ഏജ് ഹോമിലോ കൊണ്ടാക്കിയിട്ട് പോകേണ്ടി വരും എന്ന് വരെ ഞാൻ കരുതി. എന്തായാലും ഭാഗ്യായി, അത് വേണ്ടി വന്നില്ലല്ലോ. ഒരു കണക്കിന് ദൈവം ഇത്തവണ എന്റെ കൂടെയാ. പോകാനുള്ള അവസാനത്തെ തടസ്സവും അങ്ങനെ മാറിക്കിട്ടി. പോവാണെന്ന് പറയുമ്പോഴൊക്കെ പിന്നെ എപ്പോഴോ സംഭവിക്കാനുള്ളതാണെന്ന് ഞാൻ കരുതിയിരുന്നത്. ഇതിപ്പോ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. 10, 9, 8, 7. നോക്ക് ജെന്നി, നിന്നെ പറഞ്ഞേക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എനിക്ക്? അത് മോളുള്ള ഒരാള് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്താ പിന്നെ ഫീഡ് ചെയ്ത് തന്നെ. അത് പോട്ടെ. പോണേന് മുമ്പ് ചെയ്തിട്ട് പോണോന്ന് കരുതിയിരുന്ന
ഒരു പ്രധാന കാര്യം ഉണ്ടായിരുന്നു, ഒരു കൂട്ടിക്കെട്ടില്. അത് നടന്നില്ല. പക്ഷേ ഞാൻ പോയാലും അത് നടക്കണം. സച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതിനിടയിൽ അയാൾ സ്വന്തം കാര്യം മറക്കും. നിർബന്ധിക്കണം. എന്നിട്ട് ഒരുപാട് സന്തോഷത്തോടെ എല്ലാവിധ ഐശ്വര്യത്തോടു കൂടി ഈ ജന്മം മുഴുവൻ. ഒന്ന് നിർത്തി. ദേ, പൊന്നുപോലെ നോക്കണം. അടുത്ത ജന്മത്തില് തിരിച്ചേൽപ്പിക്കേണ്ടതാണെന്ന് ഓർമ്മ വേണം. മൈ ലോർഡ്, 1994 രൂപ 50 പൈസ. എന്റെ ഒരു ജീവിതകാലത്തെ സമ്പാദ്യം ഇത്. കടം വീട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഹയ്യടാ, ആ ചിരി കണ്ടാ അറിയാം. കാശ് കടം ചോദിക്കുമ്പോഴത്തെ ഒരു ഇളിഞ്ഞ ചിരി. പോകുന്നതിന് മുമ്പ് എന്റെ കടം വീട്ടൂന്ന് വലിയ വീമ്പ് പറഞ്ഞിരുന്നല്ലോ. ഞാൻ പോവാണ് മാഷേ. കടങ്ങളൊന്നും ബാക്കി വെക്കാൻ പാടില്ലെന്നാ ഞങ്ങളുടെ പ്രമാണത്തില്. പിന്നൊരു കാര്യം, ഇന്ത്യൻ മണിയായിട്ട് എനിക്ക് വേണ്ട. അവിടെ ചെന്ന ഇന്ത്യൻ മണി ആർക്ക് വേണം? അമേരിക്കൻ ഡോളറായിട്ടോ ഇസ്രായേലി ഷേക്കിളായിട്ടോ തന്നെ തരണം. അല്ലെങ്കിൽ വേണ്ട. ഇയാള് ടെൻഷൻ അടിക്കണ്ട. ഈ ചുമരൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി കൊടുക്ക സേട്ട് പാപ്പിക്ക്. ഞാനെപ്പോഴും കണക്കെടുത്ത് ചുമര് വൃത്തിയേടാക്കാന്ന് പരാതിയല്ലേ? കയ്യോടെ പിടിച്ചു വാങ്ങി ചെയ്യിച്ചേക്കണം, അല്ലേ ആള് മുങ്ങും. ഭാസ്കരേട്ടാ, ഈ യോർദാൻ നദിയുടെ ബോർഡറില് മാലുപൂ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അവിടുത്തെ മീൻകാരുടെ വാറ്റ 4 ഇനങ്ങൾ പിടിപ്പിച്ച ലിവറിന് ബെസ്റ്റാ. വെള്ളം ഒഴിക്കരുത്. ചെന്നിട്ട് അയച്ചായിരുന്നുണ്ട് ഞാൻ. ലൂയങ്ങളെ, ടെല്ലവീവിലുള്ള മട്ടാഞ്ചേരിയിലെ ജ്യൂസ് സ്ട്രീറ്റില് സൂപ്പർ സാധനം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ചെന്നാ ഞാനൊരു വിസ അയച്ചു തരാം. ലൂയങ്ങൾ വന്ന് 2 എണ്ണം പിടിപ്പിച്ച ഇങ്ങോട്ട് പോരെ. ഈ യൂസഫിക്കായ്ക്കാൻ എന്താ ചെയ്യാ? ഒരു സെറ്റ് പല്ലൊഴിച്ചു തരാമെന്ന് വിചാരിച്ച പാട്ടുപാടി നാട്ടുകാരെ കൊണ്ട് പിന്നെ തല്ലി കൊഴുപ്പിക്കും. ഇനി സേട്ടുപാപ്പയോട് ഞാൻ എന്താ പറയാ? എല്ലാവരും കരുതുന്നുണ്ടാവും ഞാനവിടെ ചെന്ന നിങ്ങളൊക്കെ ഓർക്കും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും, കാണുന്നവരോടൊക്കെ നിങ്ങളെക്കുറിച്ച് പറയും, കത്തയക്കും, ന്യൂ ഇയർ കാർഡ് അയക്കുന്നൊക്കെ. ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. ഇനി യാത്രയപ്പെന്ന് പറഞ്ഞ ചടങ്ങിനായിട്ട് ആരും എയർപോർട്ടിലും വരട്ടെ. ഓ, ഈ ലാസ്റ്റ് മിനിറ്റിനോട് തെണ്ടാൻ പോയിരിക്കാണല്ലോ. പോകരുത് പോകരുത് എന്ന് 1000 ടൈംസ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. ഒരു 2 hours മുമ്പെങ്കിലും എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടതല്ലേ? വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? ഇറ്റ്സ് ഓൾ റൈറ്റ്, ലെറ്റ് ഹർ കം. ഓക്കെ, നിങ്ങൾ എല്ലാവരും കയറൂ. ഇനി അതിനായിട്ട് ലേറ്റ് ആവണ്ട. Look, you are always creating problems. ഇഷാഖ് പറഞ്ഞതുകൊണ്ട് വിട്ടതാ തന്നെ. ഇനി 1 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ now get into the car. അപ്പൊ പോട്ടെ. അല്ല, ഇനി എപ്പോഴാ കാണുക സാഹിബേ? കാണില്ല, ഇനി ഒരിക്കലും കാണില്ല. ഇനി ഒരിക്കലും ഈ ഡർത്തി ലാൻഡിലേക്ക് ഇല്ലടോ. ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചതേ ഉള്ളൂ. എന്ത് ഫോർമാലിറ്റി? തന്റെ ഇടപാടൊക്കെ തീർത്തില്ലേ? തന്റെ വീട് കേടുകൂടാതെ തിരിച്ചു തന്നിട്ടുണ്ട്. 1 മാസം പോലും മുടങ്ങാതെ വാടകയെ തന്നിട്ടുണ്ട്. ഇനി ആരുമായിട്ടും ഈ ഗിരികറിക്ക് ഇടപാടുമില്ല. ഇനി ഈ മണ്ണിൽ ഗിരികറി കാല് കുത്തുകയില്ല. ഇനി ബാക്കി വന്നതുകൊണ്ട് അങ്ങ് ഇസ്രായേൽ വെച്ച് കാണാം. അങ്ങോട്ട് പോരെ. ഓക്കേ. ബൈ ബൈ. എല്ലാവരും
പോണ്ടെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ അവിടെ പോവില്ലായിരുന്നു. അല്ലേ പാപ്പ? തോന്നിയില്ല എനിക്ക്. കാറ് നീങ്ങാൻ തുടങ്ങിയപ്പോ ചെന്നിറങ്ങാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ അവൾ ഇറങ്ങുമായിരുന്നു. അല്ലേ? അതും തോന്നിയില്ല എനിക്ക്. ഒന്ന് തിരിഞ്ഞു നോക്കൂലും ചെയ്യാതെ പിടിച്ചു നിൽക്കായിരുന്നു അവള്. പാവം. ഞാനൊരു മനുഷ്യനാണോ പാപ്പ? ഞാൻ എന്താ ഇങ്ങനെയായത്? എനിക്ക് ആരോട് സ്നേഹമില്ലേ? നിന്റെ സ്നേഹം നീ ഉള്ളിൽ തന്നെ വെച്ചതല്ലേ, അത് അവൾക്കും അറിയാം. കൈവിട്ട് കളഞ്ഞില്ലേ വെറുതെ? ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ പറഞ്ഞു വിട്ടില്ല അവള്. പറയായിരുന്നു, പോണ്ടെന്ന് പറയായിരുന്നു. പോട്ടെ, സ്വന്തം സുഖവും സന്തോഷവും മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അതാ അവള് ചെയ്തത്. അത് തന്നെയല്ലേ നീയും ചെയ്തത്. എനിക്ക് തോന്നി ഇവിടെ തന്നെ കാണുമെന്ന്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നായകന്മാർക്ക് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ കടപ്പുറം. ഇപ്പൊ സമയത്രയായി? ഓ, അപ്പൊ ഇനി അടുത്ത ജന്മത്തിലേക്ക് ഒരുപാട് സമയമുണ്ട്. അതുവരെ ഇവിടെ ഇരുന്ന് തെരയെണ്ണാൻ പോവാ? ഈ തെര മുഴുവൻ എണ്ണി തീർന്ന പോയ ആള് തിരിച്ചു വരുമോ? പോയ ആള് തിരിച്ചു വരണമെങ്കിൽ പോയ സ്ഥലത്ത് പോയി നോക്കണം. പോയ ആള് തിരിച്ചു വരണമെങ്കിൽ പോയ സ്ഥലത്ത് പോയി നോക്കണം. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇവൻ ഈ നെറുകെട്ടവൻ ഞങ്ങളുടെ അവസാനത്തെ ഡ്രീം ഇല്ലാതാക്കി. ജെന്നിഫറിന് മാത്രമേ അവൻ വിസ കൊണ്ടുവന്നിരുന്നുള്ളൂ. വീട് ഒഴിപ്പിച്ച് വെട്ടിയും പ്രമാണമെല്ലാം കെട്ടിപ്പിറക്കി ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഒറ്റയ്ക്ക് ഇവളെ കൊണ്ട് പറക്കാനായിരുന്നു അവന്റെ പ്ലാൻ. ഈ ദുഷ്ടനെ വിട്ടുകൊടുക്കുമോ ഞങ്ങളുടെ കൊച്ചിനെ? കൊല്ലണം നായിന്റെ മോനെ. ഇനി ഇവന് പോണ്ട. ഇവന്റെ പാസ്പോർട്ടും വിസയെല്ലാം പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞു ഞാൻ. എടോ സച്ചി, തന്നെ എന്റെ ജന്മമോളെ ആവശ്യമില്ലാതെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ. താൻ എന്നോട് ക്ഷമിക്കണോ? എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടാനുള്ള വെപ്രാളത്തിനിടയ്ക്ക് അവളുടെ വിഷമവും സങ്കടവും ഒക്കെ കണ്ടില്ല എന്ന് നടിച്ചു ഞാൻ. അതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണോ ഇത്? ഇനി ഒന്നും വേണ്ട. ഈ മണ്ണ് വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോണില്ല. ഈ ഡർട്ടി ലാൻഡിലേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞോ ഇത് ഡർട്ടി ലാൻഡാണെന്ന്? ജനിച്ച മണ്ണിനേക്കാൾ വലിയ പ്രോമിസ് ലാൻഡ് ലോകത്ത് എവിടാണോ? ഇത് കേരള, ഗോഡ്സ് ഓൺ കൺട്രി. ദൈവം ഇവിടാണോ? എനിക്ക് മണ്ണിൽ കിടന്ന് മരിച്ചാ മതി. താനാ താക്കോലിതാ ഇങ്ങിട്ടാണോ? ജെന്നിഫർ എവിടെ? ദൈവത്തിന് ഇങ്ങനെ കൈവിടാൻ പറ്റുമോ നമ്മളെ? അതുകൊണ്ട് അടുത്ത ജന്മം വരെ കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ തിരിച്ചുകൊണ്ട് തന്നു നിന്നെ. എനിക്ക് കൂട്ടായി നീ ആരേൽപ്പിച്ചു പോയാലും അത് നിനക്ക് പകരാവൂ ജെന്നി.